കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ കത്രിക കുടുങ്ങിയ സംഭവം അത് വലിയ വിവാദങ്ങളിലേക്കും ഒപ്പം വലിയ രാഷ്ട്രീയ ഇടപെടലിലേക്കുമൊക്കെ കടക്കുകയാണ്. അതിൽ കുറ്റപത്രം എന്തായാലും പോലീസ് നാളെ കോടതിയിൽ സമർപ്പിക്കും. കേസിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിൽ ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ബന്ധപ്പെട്ട് പരാതികളുമായൊക്കെ മുന്നോട്ട് പോകാനൊക്കെ തുടർ നടപടികളുമായി പോകാനൊക്കെ തീരുമാനമുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? മാത്രമല്ല പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാട് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒപ്പം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന ആരോപണമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഉമേഷ, ഈ കേസിൽ ഇന്ന് കുറ്റപത്രം കോടതിയിൽ എത്തേണ്ടതായിരുന്നു. എന്നാലും നാളത്തേക്ക് കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന വിവരം. അതിന് കാരണമായി പറയുന്നത് ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരൊക്കെ അവധിയിലാണ്. അപ്പോൾ അവർ അവധി കഴിഞ്ഞ് വന്നിട്ട് നാളത്തേക്ക് കുറ്റപത്രം കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെക്കാലത്തെ വിവാദങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിലുള്ള വിവിധ രാഷ്ട്രീയ ഇടപെടലുകൾക്കും ഒക്കെ ശേഷമാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം കോടതിയിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുറ്റപത്രം നൽകാൻ കുറച്ച് കാലഘട്ടം എടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസ് ഈ പറയുന്ന 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് 1-2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷവും കൃത്യമായി ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി നൽകാൻ സർക്കാർ ഏറെ സമയമെടുത്തു. അതുമായി ബന്ധപ്പെട്ട വിവിധ സമയങ്ങളിൽ വിവിധ പ്രസ്താവനകളൊക്കെ മുഖ്യമന്ത്രി നടത്തുകയും ഹർഷനയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള കാര്യമായ നടപടികൾ ഉണ്ടായില്ല. ഹർഷന ഓരോ ഘട്ടത്തിലും വീണ്ടും സമരം ചെയ്യുമെന്നുള്ള ഘട്ടങ്ങളിലേക്ക് വന്ന സമയത്താണ് ഇത്തരത്തിൽ പല നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഏറ്റവും പുതിയതായി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ 2 ഡോക്ടർമാർ 2 നഴ്സുമാർ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. ഈ ഡോക്ടർമാരാണ് 2010 നവംബർ 30-ന് ഈ പറഞ്ഞ രീതിയിൽ ഹർഷനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടത്തുകയും അന്നാണ് ഈ രീതിയിൽ കത്രിക ഹർഷനയുടെ വയറ്റിൽ ഈ ഡോക്ടർമാർ മറന്നുവെച്ച് പോകുന്നതെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം കോടതിയിലേക്ക് എത്താൻ പോകുന്നത്. പക്ഷേ ഈ കേസിൽ നിർണായകമാകുക നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പോലീസിന്റെ കണ്ടെത്തലുകൾ ഇതുവരെ ഒരു മെഡിക്കൽ ബോർഡ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജില്ലാതലത്തിൽ DMOയുടെ നേതൃത്വത്തിൽ നടന്ന 9 അംഗ മെഡിക്കൽ ബോർഡിലെ 7 ഡോക്ടർമാരും ഈ രീതിയിൽ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ആ കണ്ടെത്തലുകളാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രമായി കോടതിയിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴും ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സംഘം അവർ നടത്തുന്ന ഒരു വിശകലനമുണ്ട്. ആ വിശകലനത്തിനൊടുവിൽ മാത്രമായിരിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന് എപ്പോഴും അംഗീകാരം കിട്ടുക. അപ്പോൾ ഈ ഹർഷന കേസിൽ ഈ കുറ്റപത്രം കോടതിയിൽ എത്തുമ്പോൾ അത്തരത്തിലൊരു മെഡിക്കൽ ബോർഡിന്റെ അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് തള്ളിക്കളഞ്ഞ റിപ്പോർട്ടുമായി പോലീസ് കോടതിയിൽ എത്തുമ്പോൾ കോടതി ഈ റിപ്പോർട്ടിനെ എത്തരത്തിൽ കാണും അല്ലെങ്കിൽ ഈ കുറ്റപത്രത്തെ ഏത് രീതിയിൽ വിലയിരുത്തും എന്നുള്ളതൊക്കെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമ നടപടിക്രമങ്ങളിൽ തന്നെ ഒരു പുതിയ വഴിത്തിരിവിനൊക്കെ സാധ്യതയുള്ള ഒരു കേസ് തന്നെയായിരിക്കും ഹർഷന കേസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിയമവിദഗ്ധർ മെഡിക്കൽ റിപ്പോർട്ട് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും ആശങ്ക പങ്കുവെക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡോക്ടർമാർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടാണ്. സർക്കാർ മേഖലയായാലും സ്വകാര്യ മേഖലയായാലും ഒക്കെ ഇത്തരം ഡോക്ടർമാരൊക്കെ ഒറ്റക്കെട്ടാണ് പലപ്പോഴും ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ആശങ്ക പങ്കുവെക്കുന്നുണ്ടോ? കോടതിക്ക് മുൻപിലേക്ക് കുറ്റപത്രം എത്തുമ്പോൾ ഈ ആരോഗ്യ വിദഗ്ധർ ആരോഗ്യ മേഖലയിലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായം പറയേണ്ട വിഷയമായതുകൊണ്ട് തന്നെ അവർ ഈ കുറ്റകൃത്യം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇക്കാര്യത്തിൽ? ഉമേഷ്, ആദ്യഘട്ടം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും ഈ പറഞ്ഞ രീതിയിൽ 3 തരത്തിലുള്ള ചികിത്സ ഹർഷനയ്ക്കാകെ 3 പ്രസവ ശസ്ത്രക്രിയകളാണ് നടന്നിട്ടുള്ളതിൽ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയിലാണ് ഈ കത്രിക, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സർജറിയിലാണ് ഈ കത്രിക കുടുങ്ങിയതെന്ന് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് മുമ്പും അതിനുശേഷവും നടത്തിയിട്ടുള്ള ഈ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ, അവയുടെ റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ ഈ സ്കാനിംഗ് കമ്പനി അടക്കമുള്ളവയുടെ അടുത്തുനിന്ന് ശേഖരിച്ച തെളിവുകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ശരീരത്തിൽ ഒരു ലോഹവസ്തു ഉണ്ടെങ്കിൽ സ്കാനിംഗ് നടത്താൻ കഴിയില്ല എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പക്ഷേ അവിടെ പോലീസ് പറയുന്നത് കൃത്യമായി തങ്ങൾക്ക് ഈ കത്രിക കുടുങ്ങിയത് ഈ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയിലാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ, പ്രത്യേകിച്ച് അത് ഏറ്റവും അടിസ്ഥാനമായി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള
സ്കാനിംഗ് റിപ്പോർട്ടുകളാണ്. MRI സ്കാനിംഗ് പോലുള്ള സ്കാനിങ്ങുകൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പല വിദഗ്ധരുടെയൊക്കെ മൊഴികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ഒരു തർക്കം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഈ കേസ് തള്ളിപ്പോയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡോക്ടർമാരുടെ ഒരു ഒത്തുചേർന്നുള്ള സംഘടിതമായ എതിർപ്പിനൊടുവിൽ ഈ രീതിയിലുള്ള മെഡിക്കൽ ബോർഡ് സംസ്ഥാന തലത്തിൽ ഒരു ജില്ലാതല മെഡിക്കൽ ബോർഡ് തള്ളിയിട്ട് പോലും സംസ്ഥാന തലത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ രീതിയിലുള്ള പരിശോധനകളൊന്നും ഈ കേസിൽ നടന്നിട്ടില്ല. പോലീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മെഡിക്കൽ ബോർഡിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നേരിട്ട് കുറ്റപത്രവുമായി കോടതിയിലേക്ക് പോകാൻ പോലീസ് തീരുമാനിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്ക് ഈ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3ാമത്തെ ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അത് എത്രത്തോളം കോടതിയിൽ അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു കാര്യം ചോദ്യം. സ്മൃതി, പോലീസ് അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ ആരോഗ്യ വകുപ്പ് കാര്യമായ പരിഗണന ഈ പരാതികൾക്ക് നൽകുന്നില്ല എന്ന ആരോപണം പരാതിക്കാർ തന്നെ പലപ്പോഴും വെക്കുന്നുണ്ട്. കാരണം ആരോഗ്യമന്ത്രിക്കെതിരെ പരാതി പറയുന്നു, ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, എന്നിട്ടൊന്നും കാര്യമായ ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിനെ മാറ്റി നിർത്തിയാൽ മറ്റു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഹർഷീനയും പരാതി പറയുമ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തെ അതും കാര്യമായി സ്വാധീനിക്കില്ലേ? ഈ ഹർഷിനയുടെ കേസിൽ ആരോഗ്യമന്ത്രിയുടെയൊക്കെ നിലപാടുകൾ പലപ്പോഴും പരിതാപകരമെന്ന് തന്നെ പറയേണ്ടി വരും ഉമേഷ്. പ്രത്യേകിച്ച് 3ഓ 4ഓ തവണ ഹർഷിനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ആരോഗ്യമന്ത്രി പലതവണ അഭിപ്രായം പറഞ്ഞതാണ്. തങ്ങൾ ഹർഷിനയ്ക്കൊപ്പമാണെന്നൊക്കെയുള്ള നിലപാടുകൾ ആവർത്തിച്ച് പറയും. അതെ, ആരോഗ്യമന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും ഹർഷനയുടെ വാദങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് വീണ്ടും ഹർഷന ഒരു സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് ഒരു സമരത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി പോലും കൊടുത്തത്. എന്തായാലും ഹർഷന തനിക്ക് നീതി ഇപ്പോഴും ലഭ്യമാകുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെ. അതുകൊണ്ടാണ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നൽകാനും ഹർഷന പോകുന്നുണ്ട്. അതായത് സർക്കാരിൽ നിന്ന് ഒരു നീതി ലഭിക്കില്ല കാര്യത്തിൽ ഏകദേശം ഹർഷനക്ക് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ച ഒരു നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനുള്ള ശ്രമം ഹർഷനയുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമരസമിതി അംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി പലതവണ കാര്യത്തിൽ ഹർഷനയ്ക്കൊപ്പമാണ്. ഹർഷന പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നതടക്കമുള്ള നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യ വകുപ്പ് ഒരു തരത്തിലും ഹർഷനയ്ക്ക് അനുകൂലമായ നിലപാട് ഒരു സമയത്തും സ്വീകരിച്ചിട്ടില്ല. അത് ജില്ലാ തലത്തിലാണെങ്കിലും ശരി, സംസ്ഥാന തലത്തിലാണെങ്കിലും ശരി, എപ്പോഴും ഹർഷനയെ കൈയൊഴിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അവർ ഈ പറയുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കൊപ്പം തന്നെയാണ് ഉറച്ചു നിന്നത്. പ്രത്യേകിച്ച് അവർക്കെതിരെ നടപടി എത്രത്തോളം വൈകിപ്പിക്കാമോ അത് തന്നെ വൈകിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഈ പറഞ്ഞ വീഴ്ച വരുത്തിയ ഡോക്ടർമാരൊക്കെ ഇപ്പോഴും സർക്കാർ സർവീസിൽ തുടരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ പറഞ്ഞ 4 പ്രതികളിൽ ഒരാൾ മാത്രമാണ് സ്വകാര്യ സർവീസിലുള്ളത്. അവർ ബാക്കി 3 പേരും ഇപ്പോഴും സർക്കാർ സർവീസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ അനുമതിക്ക് പോലും പോലീസിന് ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത്. ആ അനുമതി നൽകുന്നത് പോലും എന്തായാലും പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ പലപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് കടക്കാൻ പോലീസിനും മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ വെല്ലുവിളിയുണ്ട്. ആരോഗ്യ മേഖല, അത് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഇന്നലെയും വന്ന ചില ചികിത്സാ പിഴവിൻ്റെ വാർത്തകൾ, അത് മലബാർ മേഖലയിലെ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിൽ, സർക്കാർ ആശുപത്രികളിലൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോലീസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു.